സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും ചൂരൽമലയിലെ ദുരന്തക്കാഴ്ചകളും പെൻസിൽ ഡ്രോയിങ്ങിലൂടെ മാറ്റിയെഴുതുമ്പോൾ കോഴിക്കോടുകാരിയായ ഇമ എന്ന 10ാം ക്ലാസ്സുകാരിയുടെ മനസ്സൊന്ന് പിടഞ്ഞിരുന്നു. മണ്ണിനടിയിൽ പിടഞ്ഞു വീണ കുഞ്ഞു നിലവിളികൾ ചിത്രമാക്കുമ്പോൾ അതിജീവനത്തിന്റെ കരുത്തായി ഇമ അത് മാറ്റിയെഴുതി. ഒരു രക്ഷാപ്രവർത്തനമാണ് ടോപ്പിക് വന്നത്. ഒരു ചെറിയൊരു കുട്ടീനെ കൈ പോയി. ഒരു ബാക്കിലൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻ, പിന്നെ ഒരു പട്ടിയുണ്ട്, പിന്നെ ഹെലികോപ്റ്റർ, ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്, പിന്നെ ഒരു മനുഷ്യൻ പകുതി മണ്ണിൻ്റെ അടിയിൽ മേലോട്ട് കയറാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഉരുളെടുത്ത ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തിനപ്പുറം ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല 15-കാരിയായ ഇമ അനൂപിന്. ദുരന്തമേഖലയിലെ രക്ഷാപ്രവർത്തനം എന്ന വിഷയത്തിൽ അന്ന് വാർത്തകളിലും ചിത്രങ്ങളിലും കണ്ടതെല്ലാം ഇമ പെൻസിലിലൂടെ ചിത്രമാക്കി. മണ്ണിനടിയിൽപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, കൈ നഷ്ടമായ കുഞ്ഞിനെ ചേർത്ത് വെച്ച് നടക്കുന്ന രക്ഷാപ്രവർത്തകർ, പിന്നിലെപ്പോഴും പൊട്ടിവീണയ്ക്കാവുന്ന ഒരു വലിയ കുന്നും. നെഞ്ചുപിടയ്ക്കുന്ന വേദനയുമായാണ് തുടക്കം മുതൽ ഒടുക്കം വരെ പൂർത്തിയാക്കിയതെന്ന് പറയുന്നു ഇമ. എൻ്റെ മനസ്സിലും ചൂരൽമല തന്നെയാണ് വന്നത്. കുറേ കുട്ടികളും മാതാപിതാക്കളും കുറേ നഷ്ടപ്പെട്ടു. കുറേ ആൾക്കാരുടെ ജീവൻ പോയി. ആനിമൽസ് ആണെങ്കിലും മണ്ണിൻ്റെ അടിയിലാണല്ലോ പകുതി ആൾക്കാരും. അവരെ രക്ഷപ്പെടുത്താൻ അതും വരച്ചിട്ടുണ്ട്. അതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര വേദനയോടെ തന്നെയാണ് വരച്ചത്. കോഴിക്കോട് പാറോപ്പടി സിർവഹീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇമ ഇത് 2ാം തവണയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തുന്നത്. എ ഗ്രേഡുമായാണ് മടക്കം. എങ്കിലും വരച്ചു തീർത്തതിന്റെ കനം മടങ്ങുമ്പോഴും എവിടെയോ ബാക്കി കിടക്കുന്നു ഇമയ്ക്ക്. ദുരന്തമേഖലയിലെ രക്ഷാപ്രവർത്തനമെന്ന വിഷയത്തിൽ ഇമയ്ക്ക് ചിന്തിക്കാൻ മറിച്ചൊന്നുമുണ്ടായിരുന്നില്ല. ദുരന്തമേഖലയിലെ കുഞ്ഞു മനസ്സ് കണ്ട കാഴ്ചയാണ് പെൻസിൽ ഡ്രോയിങ്ങിലൂടെ ഇമ പകർത്തിയെഴുതിയത്. ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം മേഘമാധവൻ,